ഡിയേഴ്സ്, ശുക്ലം കുടിച്ചാൽ അല്ലെങ്കിൽ ഓറലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തൊണ്ടയിൽ ക്യാൻസർ വരും. ഓറലുള്ള ലൈംഗികബന്ധം കൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നോ? നമുക്ക് ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഓറലുള്ള ലൈംഗികബന്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോർപ്ലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങൾ വായു കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതിനാണല്ല അങ്ങനെ പറയുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ ഇങ്ങനെ ഓറലയൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ശുക്ലമൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടാവുമോ? ഉണ്ടാവും. എങ്ങനെയുള്ളവർക്ക് ഇന്നത് ഈ വീഡിയോയിൽ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന, നന്നായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനൊക്കെ നോക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ലാത്തവരാണോ? അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയറൊക്കെ കുറവാണോ? ശരീരത്ത്, സ്വകാര്യ ഭാഗത്ത് ഇങ്ങനെയുള്ളത് സ്വരമൊക്കെ ഒരു പൗരുഷമായിട്ടുള്ളൊരു സ്വരമൊന്നും വരത്തില്ലേ? അതും അല്ലെങ്കിൽ മസിൽ ഭയങ്കര വീക്കാണോ? ലൈംഗികതയിൽ നിങ്ങൾ ഭയങ്കര വീക്കാണോ? ഇങ്ങനെയൊക്കെ ഉള്ളവരാണോ നിങ്ങൾ? ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണോ? ലോ എനർജിക്ക് ഉള്ളവരാണോ നിങ്ങൾ? എങ്കിലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള ആയുർവേദ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പുരുഷ ഹോർമോൺ നന്നായിട്ട് കൂട്ടാൻ സഹായിക്കുന്നത് മാൻഷുവറിൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്ററാണ് ഇത്. ഈ സപ്ലിമെൻറ്റ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നിങ്ങളുടെ മസിൽസൊക്കെ ഗ്രോത്ത് ആക്കാനും ബോൺ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഹെയർ ഫോളൊക്കെ കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈംഗിക എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ കൂട്ടാനും സഹായിക്കും. ഇതിലെ ഗൗരവപാടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ പുരുഷ ഹോർമോൺ നന്നായിട്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മൂത്രത്തിൽ പഴുപ്പോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പറയുന്നത് 1500 മില്ലിഗ്രാം എല്ലാ ദിവസവും ഇത് അകത്ത് ചെല്ലുന്നത് അവരുടെ ലൈംഗികമായിട്ടുള്ള സ്റ്റാമിനയൊക്കെ കൂട്ടാനും എനർജി കൂട്ടാനൊക്കെ സഹായിക്കും എന്നാണ്. അതുപോലെ ഇതിലെ സേഫ് ന്യൂസിൽ നിങ്ങളെ മസിൽ ഗ്രോത്തിനെയൊക്കെ സഹായിക്കും, ലൈംഗിക എനർജിയും കിട്ടും. അതുപോലെ അശ്വഗന്ധ ഇതിലടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളുടെ പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മക്ക, ട്രിബുലൻസ് ഇങ്ങനെയുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഔഷധങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. സേഫായിട്ട് നിങ്ങളുടെ പുരുഷ ഹോർമോൺ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹമെങ്കിൽ മാൻഷുവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറുടെ ഫ്രീ കൺസൾട്ടേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ശുക്ലം കുടിച്ചാൽ അല്ലെങ്കിൽ ഓറലിയൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരുമോ എന്ന് നോക്കാം. വരാൻ ചാൻസ് ഉണ്ട്. HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസ് കാരണം അത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ HPV ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരും അങ്ങനെയൊന്നുമല്ല. HPV പല തരത്തിൽ പല വെറൈറ്റീസ് ഉണ്ട്. അതിൽ ചില വിഭാഗങ്ങൾ മാത്രമേ ക്യാൻസർ വരത്തുള്ളൂ. ചിലർക്കൊക്കെ സ്വകാര്യ ഭാഗത്ത് അരിമ്പാറ പോലെയുള്ള അല്ലെങ്കിൽ ലിംഗത്തിലൊക്കെ ചെറിയതായിട്ടോ അല്ലെങ്കിൽ വലിയ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് അത് വലിയ ഗ്രോത്ത് ആയിട്ട് ഈ കോളിഫ്ലവർ പോലെയൊക്കെ അത് ഗ്രോത്ത് ആയിട്ട് വരും, അരിമ്പാറ പോലെയൊക്കെ. ഓക്കെ, അങ്ങനെ ഉണ്ടാകും. ചെറിയ ഇമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ ചെറിയ ഡോട്ടുകളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു സിംറ്റംസ് വരെ കാണിച്ചെന്ന് വരത്തില്ല. ലൈംഗികതയിലൂടെ പടരുന്ന ഒരു വൈറസ് തന്നെയാണ് HPV. ഇനി ഇതെങ്ങനെയാണ് ക്യാൻസർ ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം തൊണ്ടയിലായെന്ന് വെച്ചോ, ഓറലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് തൊണ്ടയിൽ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായി അല്ലെങ്കിൽ അവിടുത്തെ കോശങ്ങളിലെ പ്രീ ക്യാൻസറസിൻ്റെ ചേഞ്ചസുകൾ അവിടെ ഉണ്ടാക്കുകയാണ് HPV ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ പുകവലിക്കുകയും മദ്യം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യത അവിടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എന്തെങ്കിലും കെമിക്കൽ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉണ്ടാകുമ്പോൾ ക്യാൻസറിൻ്റെ സാധ്യത കൂടെ അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് ക്യാൻസറായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ക്യാൻസർ ആകുമ്പോൾ ഇതിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വായിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കളർ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ചെറിയ പുണ്ണുകളോ ഉണങ്ങാത്ത അൾസർ ഉണ്ടാവുക, സ്വെല്ലിങ് ഉണ്ടാവുക, ഭയങ്കരമായിട്ട് പെയിനൊക്കെ ഉണ്ടാവുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മാത്രമല്ലാതെ വേറെ പാർട്ട്ണർമാരൊക്കെ ഉള്ള ആളുകളുമായിട്ടൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഉറകൾ യൂസ് ചെയ്യണം. എന്നാലും അത് പടരാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് HPV ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്വകാര്യ ഭാഗത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പല സ്ഥലത്തായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ സ്കിന്നിൻ്റെ അടിയിലാണ് ഇതുണ്ടാവുക. അപ്പോൾ കോണ്ടാക്റ്റ് വരുമ്പോൾ ഈ ലിംഗത്തിൽ മാത്രം ഉറയിട്ടുകൊണ്ട് മറ്റൊരാൾക്ക് പടരാതിരിക്കണം എന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഓറലുള്ള ലൈംഗികബന്ധത്തിലൂടെ പടരുന്ന വേറെ അസുഖങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, സ്വകാര്യ ഭാഗത്ത് വരുന്ന ഹെർപ്പസ്, അതുപോലെ HPV, ഇതൊക്കെ ഓറലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പടരുന്നതാണ്.
US പല കേസുകൾ HPV ക്യാൻസറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോൺസിൽ ഇവിടുത്തെ കുരു പോലില്ലേ ടോൺസിൽസ്, അവിടെ നാവിന് പുറകിലൊക്കെ ആയിട്ടാണ് ഇത് കൂടുതലും വരാറ് ക്യാൻസർ. പലർക്കും HPV ഉണ്ടോ എന്നറിയില്ല, കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചൊന്നുമില്ല. നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഗ്രോത്തോ അങ്ങനെയൊന്നും വാട്സോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, എന്നാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിലേക്ക് അത് സ്പ്രെഡ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവാനും സാധ്യത. സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസർ ഒക്കെ ഉണ്ടാകാനും ഇത് കാരണമാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് സാധാരണയായിരിക്കും. വളരെയധികം കൂടുതൽ ഇച്ചിങ് ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഒരു ഇൻഫെക്ഷൻ പോലെ, അതായത് ചെറിയൊരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കളോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചേക്കണം. പിന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിന് ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരു ഡോക്ടറുടെ നമ്പർ തരാം. സ്ക്രീനിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ചുകൊണ്ടെന്ന് ശല്യമാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്നോട് വന്ന് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കെയർഫുള്ളായിട്ടിരിക്കാം. ആർക്കും ഇൻഫെക്ഷൻ ഉണ്ടാവാം. ചിലപ്പോൾ അവർ വളരെയധികം വിശ്വസിച്ചിട്ട് ചെന്ന ആളായിരിക്കും. അവർക്ക് ആ സമയത്ത് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നു കാണില്ല, എന്നാലും അവർ ഇൻഫെക്റ്റഡ് ആവുമല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.